ആദ്യം നമുക്ക് വീഡിയോ കാണാം. അത് കഴിഞ്ഞിട്ട് മൂത്രത്തിനെ കുറിച്ചും മറ്റുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. മൂത്രമൊഴിച്ചാൽ കഴുകുമോ? നിങ്ങൾ മൂത്രമൊഴിച്ചാലേ അവിടെ കൈകളുണ്ടോന്ന് കഴുകുന്നത് കഴുകണ്ടേ? ഒന്ന് കൊടയൂ, അത്രേ ഉള്ളൂ. എന്നാ വൃത്തിയാവും. അപ്പൊ അവിടെ തൊട്ടാ കഴുകണ്ടേ? അതിനാ അതിന്റെ ആവശ്യമല്ലോ. എന്നാലേ നീ മൂത്രമൊഴിച്ചിട്ട് കൈകാണ്ട് എന്നെ തൊടാൻ വരണ്ട. അതെന്തപ്പ അങ്ങനെ? അതങ്ങനെയാ. തൂറി ചന്ത ചെയ്യ കൈ കഴുകൂലേ, അതുപോലെ തന്നെ ഇതും. അല്ലല്ല, എന്റെ ദേവേ, തൂറി ചന്ത ചെയ്യ കൈ കഴുകൂലേ? ഇനി ചന്ത കഴുകലും ഇല്ലേ? തൂറിയ ചാമതിക്കാത്തോലൊന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ചന്തി കൊണ്ടേ പിന്നെ ഇട്ട വളിക്കൊക്കെ കൈ കഴുകാനല്ലേ, ഉള്ള കയ്യിൽ കുളമ്പാണോ? മിനിറ്റിന് കൈ കഴുകേണ്ട വല്ല സൂക്കേടും പറഞ്ഞൂടെ, എന്നാലും നിങ്ങളൊക്കെ പഠിക്കും. ഈ ആദ്യം ഒരു വല്ല പണി കിട്ടു നോക്ക്, പിന്നെ കയ്യേം കച്ചിട്ടാ നോക്ക്. കേട്ടില്ലേ? ഇതൊരു സിനിമയിലത്തെ സീനാണ്. പക്ഷെ എന്നിരുന്നാലും അത് കുറച്ച് കാര്യങ്ങൾ അതിൽ നമുക്ക് പറയാനുണ്ട്. നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നടപ്പാവുന്ന കാര്യമല്ല. നമ്മളിപ്പോൾ വീട്ടിലാണെച്ചാലും അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോഴും ആണുങ്ങളൊക്കെ ചെയ്യുന്ന ഒറ്റ കാര്യമാണ് മൂത്രം ഒഴിക്കുക, ഒരു കുടച്ചിൽ കുടയുക, കഴിഞ്ഞു പണി. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ചോദിക്കുന്നുണ്ട്, ചന്തി കഴുകണില്ലേന്ന്. കുണ്ടി കഴുകണില്ലേ, ചന്തി കഴുകണില്ലേ, തോറിയാലെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ആരാ ചന്തി കഴുകണവരുള്ളത്? കൈകൊണ്ട് ചന്തി കഴുകണവർ ആരെങ്കിലും ഉണ്ടാ? എനിക്കറിയില്ല. പണ്ടൊക്കെ ആയിരുന്നു ചന്തി കൈകൊണ്ട് കഴുകണത്. ഇപ്പം എല്ലാവരും ആ സ്പ്രേ വെച്ച് അടിക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ സ്പ്രേ വെച്ച് അടിച്ചാൽ വൃത്തിയാവുമോ? ഇല്ല. ശരിക്കും പണ്ടത്തെ കാരണന്മാർ ചെയ്ത പോലെ തന്നെ ഈ യൂറോപ്യൻ ക്ലോസറ്റിലല്ലാണ്ട് ഇരുന്ന് തൂറണം. അതേപോലെ തന്നെ കൈ വെച്ച് നന്നായി ഉരച്ച് കുണ്ടിയിൽ കഴുകണം. അത് കഴിഞ്ഞ് നല്ല വാസന സോപ്പ് ഇട്ടിട്ട് കൈ കഴുകണം. അപ്പോഴാണ് വൃത്തിയായി എന്ന് പറയുക. അതേപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ചിലവർ കാണാം, മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് റോട്ടിൽ കിടക്കണ കല്ലെടുത്തിട്ട് ഒന്ന് മുട്ടിക്കും. അപ്പോൾ കുറച്ച് തുള്ളികൾ വരാൻ നിൽക്കുന്നുണ്ടാവും. ആ തുള്ളികൾ കൂടി അതിൽ പെടും. അതിന് വേണ്ടിയിട്ട് അവരത് ചെയ്യുന്നത്. അത് നല്ലൊരു സൂത്രം. അത് പണ്ട് റോട്ടിലൊക്കെ ഇഷ്ടം പോലെ കല്ല്, ഇതുപോലെ അങ്ങനെ ഈ വെട്ടല് പോലത്തെ കല്ലുകൾ ഇഷ്ടം പോലെ കിട്ടും. ഇപ്പോൾ എവിടെ നിന്ന് കല്ല് കിട്ടാനായിട്ട്? ഇപ്പോൾ ആര് മൂത്രം ഒഴിച്ചാൽ തുടക്കിന്, ആര് ഇത് ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഷഡ്ഡിയുടെ ഉള്ളിൽ നിന്ന് മൂത്രം ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് അത് അപ്പം തന്നെ ഷഡ്ഡി കയറ്റിയിടുക. അപ്പോൾ പിന്നെ ഒരു 2-3 തുള്ളി വീണ്ടും വരാണ്ടാവും, അത് ഷഡ്ഡിയുടെ ഉള്ളിലാവും. അതിപ്പോൾ ആണുങ്ങളായാലും സ്ത്രീകളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ അവസാനത്തെ തുള്ളി കൂടി പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഫ്രഷായി. അത് ആ പറയണതിൽ വളരെ വളരെ സത്യമുണ്ട്. പക്ഷേ എല്ലാവരും അത് ചെയ്യണം എന്നാണ് നമ്മൾ പറയണത്. അതുപോലെ നല്ല കാര്യമാണത്. അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകൾ മൂത്രമൊഴിക്കും. അവർ ജോലിക്ക് പോകണം, വേറെ എവിടേക്കും പോയി യാത്ര പോകണം, മൂത്രമൊഴിക്കും. അപ്പോൾ തന്നെ അവരവിടെ ഷഡ്ഡി കയറ്റിയിട്ടും അത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ ഇരുന്ന് പുഴുകി ഭയങ്കര ഒരു മണം വരും ചെയ്യും. അതുപോലെ തന്നെ പല രോഗങ്ങളും അതോടുകൂടി വരാം. ഈ മൂത്രത്തിൽ പഴുപ്പ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കാറ്റ് കയറാണ്ട്, ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഇതിനൊക്കെ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷഡ്ഡി എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കേണ്ടിരിക്കുക. അപ്പോൾ പിന്നെ യാതൊരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ 2 തുള്ളിയോ 3 തുള്ളിയോ ചില നിലത്ത് വീട് പോക്കോളും. അതല്ല ഒന്നുകൂടി ബെറ്റർ എന്ന് പറഞ്ഞാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ നമ്മളത് ഇത്രയും വിശദീകരിച്ച് സംസാരിച്ചു എന്ന് മാത്രം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഷഡ്ഡി ഇടാണ്ട് കിടക്കണം, ഷഡ്ഡി ഇട്ട് കിടക്കണം, മൂത്രം ഒഴിക്കുമ്പോൾ ഒന്നുകൂടി കഴുകി വയ്ക്കുന്നതും സൂക്ഷിച്ച് വയ്ക്കുന്നതും, അതുപോലെ തന്നെ സ്പ്രേ അടിക്കാണ്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കൈ കൊണ്ട് മാത്രം കഴുകണതൊക്കെ ഓരോരുത്തരുടെ വൃത്തിയാണ്. പലരും പല വൃത്തിക്കാരാണ്. ഒട്ടും വൃത്തിയില്ലാത്തവരുണ്ട്. ഇതൊക്കെ നോക്കി വളരെ വൃത്തിയിൽ നടക്കുന്ന ആൾക്കാരുണ്ട്. അവനെ വൃത്തിയിൽ നടക്കുന്ന ആൾക്കാർക്ക് അസുഖങ്ങൾ വളരെ കുറവാണ് വരുള്ളൂ. അല്ലാത്തവർക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഈ ചിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഓക്കെ.